Hi, today's topic is heat and thermodynamics. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിലെ ഇൻട്രൊഡക്ടറി പാർട്ടാണ്. പ്ലസ് 1 ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട ഭാഗമാണ്. ഇതിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചറാണ്. നമുക്കറിയാം എന്താണ് ടെമ്പറേച്ചർ, വാട്ട് യു മീൻ ബൈ ടെമ്പറേച്ചർ. അപ്പൊ എന്താണ് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് എ ബോഡി. ഒരു ബോഡിയുടെ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ്സിനെ നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയും. അപ്പൊ ഈ ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 3 ഡിഫറെന്റ് സ്കെയിൽസ് ആണുള്ളത്. അതിൽ ഒരു സ്കെയില് നമ്മൾ പറയുന്നത് ഫസ്റ്റ് സ്കെയിൽ ഈസ് കോൾഡ് സെൽഷ്യസ് സ്കെയിൽ. എന്താണ് സെൽഷ്യസ് സ്കെയിൽ? അടുത്ത സ്കെയില് ഫാരൻഹീറ്റ് സ്കെയിൽ. അടുത്ത സ്കെയില് കെൽവിൻ സ്കെയിൽ. ഇങ്ങനെ 3 സ്കെയിലുണ്ട്. ഏതൊക്കെയാണ്? സെൽഷ്യസ് സ്കെയിലുണ്ട്, ഫാരൻഹീറ്റ് സ്കെയിലുണ്ട്, കെൽവിൻ സ്കെയിലുണ്ട്. ഈ സെൽഷ്യസ് സ്കെയിലിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇപ്പൊ 3 രീതിയിലാണ് റീഡിംഗ് എടുക്കുന്നത്. സെൽഷ്യസ് സ്കെയിലില് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് എന്ന് പറയുന്നത് ലോവർ ഫിക്സഡ് പോയിന്റ് ആയിട്ട് എടുക്കും. അതായത് 0 ഡിഗ്രി സെൽഷ്യസ് ഇസ് ടേക്കൺ ആസ് ലോവർ ഫിക്സഡ് പോയിന്റ്. അപ്പൊ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് ഇസ് ടേക്കൺ ആസ് ദി ലോവർ ഫിക്സഡ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസ് ഇസ് ടേക്കൺ ആസ് ദി അപ്പർ ഫിക്സഡ് പോയിന്റ്. അപ്പൊ ഇതിനിടയ്ക്കുള്ള ഡിവിഷൻസ് മൊത്തം 100 ഡിവിഷൻസ് ഉണ്ട്. ഓരോ ഡിവിഷനും 1 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ ഓരോ ഡിവിഷൻസ് 1 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഫാരൻഹീറ്റ് സ്കെയിലില് 32 ഡിഗ്രി ഫാരൻഹീറ്റ് ഈസ് ടേക്കൺ ആസ് ദി ലോവർ ഫിക്സഡ് പോയിന്റ് ആൻഡ് 212 ഡിഗ്രി ഫാരൻഹീറ്റ് ഈസ് ടേക്കൺ ആസ് ദി അപ്പർ ഫിക്സഡ് പോയിന്റ്. അപ്പൊ ഇതിനിടയ്ക്കുള്ള ഡിവിഷൻസ് 180 ഡിവിഷൻസ് ഉണ്ട്, 180 ഡിവിഷൻസ്. ആ 180 ഡിവിഷൻസിൽ ഓരോന്നും ഓരോ ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. എന്നാൽ കെൽവിൻ സ്കെയിലിൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫിക്സഡ് ടെമ്പറേച്ചർ എടുക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് 273.16 കെൽവിൻ. നമ്മൾ പറയും ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ. എന്താണ് ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ? ഐസ്, വാട്ടർ, വേപ്പർ 3ഉം ഇക്വിലിബ്രിയത്തിൽ കാണുന്ന ടെമ്പറേച്ചർ ആണ് ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ. അതൊരു ഫിക്സഡ് പോയിന്റ് ആയിട്ട് എടുക്കുന്നു. ഇതിന് അബ്സല്യൂട്ട് സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയും. അപ്പൊ ഇതൊരു ഫിക്സഡ് പോയിന്റ് ആണ്. ഇതിന് അബ്സല്യൂട്ട് സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ. അങ്ങനെ 3 സ്കെയിൽ ഉണ്ട്. സെൽഷ്യസ് സ്കെയിൽ ഉണ്ട്, ഫാരൻഹീറ്റ് സ്കെയിൽ ഉണ്ട്, കെൽവിൻ സ്കെയിൽ ഉണ്ട്. ഈ സെൽഷ്യസ് സ്കെയിലിലെ റീഡിംഗ് നമ്മൾ സി എന്ന് മാർക്ക് ചെയ്യുന്നു. ഫാരൻഹീറ്റിന്റെ റീഡിംഗ് നമ്മൾ എഫ് എന്ന് മാർക്ക് ചെയ്യുന്നു. കെൽവിനിലെ കെ ആണെങ്കിൽ ഇവ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് സി ബൈ 100 ഇസ് ഈക്വൽ ടു എഫ് മൈനസ് 32/180 ഇസ് ഈക്വൽ ടു കെ മൈനസ് 273/100. ഇതാണ് ആ ഇക്വേഷൻ. വൺസ് അഗൈൻ റിപ്പീറ്റ്. സി ബൈ 100 ഇസ് ഈക്വൽ ടു എഫ് മൈനസ് 32/180 ഇസ് ഈക്വൽ ടു കെ മൈനസ് 273/100. ഇപ്പോ നമുക്ക് സെൽഷ്യസ് സ്കെയിലോ റീഡിംഗ് തന്നിട്ടുണ്ട്. അതിനെ ഫാരൻഹീറ്റ് സ്കെയിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ 2 ഇക്വേഷൻ മാത്രം എടുക്കുക. ഇപ്പൊ സെൽഷ്യസ് 40 ഡിഗ്രി സെൽഷ്യസ് എങ്കിൽ 40/100 ഈസ് ഈക്വൽ ടു കെ മൈനസ് 273/100. അതായത് കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഇനി ഫാരൻഹീറ്റ് സ്കെയിലിൽ നിന്ന് കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഫാരൻഹീറ്റിന്റെ വാല്യൂ കൊടുത്ത് ഈ ഇക്വേഷൻ എടുക്കുക. നമ്മൾ ഇക്വേഷൻ എടുക്കുക. ഫാരൻഹീറ്റ് സ്കെയിലിലെ വാല്യൂ കൊടുത്താൽ നമുക്ക് കെൽവിൻ സ്കെയിലിലെ വാല്യൂ കിട്ടും. അത് പരസ്പരം നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എഫിന്റെ വാല്യൂ കൊടുത്താൽ കെയുടെ വാല്യൂയിലോട്ട് കടക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ടെമ്പറേച്ചറിനെ പറ്റി മിനിമം ആയിട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം. ഇങ്ങനെ 3 സ്കെയിലാണ്. ഏതൊക്കെ സ്കെയിലാണ്? സോ ടെമ്പറേച്ചർ എന്താണ്? ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് എ ബോഡിയാണ്. അതിൽ 3 സ്കെയിലുണ്ട്. സെൽഷ്യസ് സ്കെയിലുണ്ട്, ഫാരൻഹീറ്റ് സ്കെയിലുണ്ട്, കെൽവിൻ സ്കെയിലുണ്ട്. ഇനി ഇതിൽ നമുക്ക് വരേണ്ട 2-3 കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് മിക്സ്ചേഴ്സ് ആണ്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് മിക്സ്ചേഴ്സ്? പ്രിൻസിപ്പിൾ ഓഫ് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇപ്പൊ നമുക്കൊരു ബീക്കർ നമ്മൾ എടുത്താൽ, ഇപ്പൊ ഒരു ബീക്കർ നമ്മുടെ കയ്യിലുണ്ട്. ആ ബീക്കറിൽ നമ്മൾ വാട്ടർ വെക്കുന്നു. വെള്ളം 30 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളമുണ്ട്. മറ്റൊരു ബീക്കറിൽ 70 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. 70 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടർ ഉണ്ട്. ഇവ തമ്മിൽ നമ്മൾ മിക്സ് ചെയ്യും. മിക്സ് ചെയ്താൽ എന്ത് സംഭവിക്കും? റിസൾട്ടിംഗ് ടെമ്പറേച്ചർ ഒരു 50 ഡിഗ്രി സെൽഷ്യസ് ആവുമെന്ന് വിചാരിക്കും. അങ്ങനെ 50 ഡിഗ്രി സെൽഷ്യസ് ആയി കഴിഞ്ഞാൽ ഈ കോൾഡ് ബോഡി എന്ന് പറയുന്ന ഇവിടെ 30 ഡിഗ്രി സെൽഷ്യസിലെ വാട്ടറാണ്. അതിന് കിട്ടിയ ടെമ്പറേച്ചർ കൂടുതലായിട്ട് എത്ര ടെമ്പറേച്ചർ കൂടി? 20 ഡിഗ്രി സെൽഷ്യസ്. ഇവിടുന്ന് ടെമ്പറേച്ചർ എത്ര കുറഞ്ഞു? അത് 20 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞു. അപ്പൊ ഇത് കോൾഡ് ബോഡിയാണ്. ഇത് എന്ത് ബോഡിയാണ്? ഹോട്ട് ബോഡിയാണ്. അപ്പൊ നമുക്കൊരു കാര്യം ഇവിടെ പറയാം. എന്താണ്? ഒറ്റ വാക്കിവിടെ എഴുതാം. ഹീറ്റ് ലോസ്റ്റ് ബൈ ഹോട്ട് ബോഡി is equal to heat gained by cold body. ശരിയാണല്ലോ? heat lost by the hot body is equal to heat gained by the cold body. This principle is called, ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് മിക്സ്ചേഴ്സ്. ഇത് ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗമാണ്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് മിക്സ്ചർ? ഒരു കോമൺ പ്രിൻസിപ്പിൾ ആണ് ഈ പറയുന്നത്. കോൾഡ് ബോഡി ഹോട്ട് ബോഡി ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചറിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഫൈനൽ വാല്യൂ ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പൊ അതവിടെ തീർന്നു. ഇനി ഇതുപോലെ ഒരു പ്രധാനപ്പെട്ട ടേമുള്ള ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ആ സ്റ്റേറ്റ് ഒക്കെ നമുക്ക് അറിയാം. അതുകൂടെ ഒന്ന് പറയാം. എന്താണ് ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്? എന്തിനാണ് നമ്മൾ ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഉപയോഗിക്കുന്നത്? എന്താ പറഞ്ഞത്? വി ആർ നൗ മൂവിംഗ് ടുവേർഡ്സ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്.
ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാനിവിടെ ഓരോന്നായിട്ട് പറയുന്നതിൽ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ഇവിടെ പറയുകയാണ്. സേ ഐസ് അല്ലെങ്കിൽ നമ്മൾ ഐസിനെ നമ്മൾ വാട്ടറിലോട്ട് മാറുകയാണ്. അപ്പൊ ഐസ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കറിയാം, സോളിഡ് സ്റ്റേറ്റ്. ഇത് നേരെ വാട്ടറിലോട്ട് മാറുകയാണ്. സേ വാട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ലിക്വിഡ് സ്റ്റേറ്റ്. അപ്പൊ എന്താണ്, ഐസ് വാട്ടറിലോട്ട് മാറുന്നു. ഐസ് മെൽറ്റ് ചെയ്യുമ്പോൾ വാട്ടർ ആവുന്നു. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞ പേരാണ് മെൽറ്റിംഗ്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് മെൽറ്റിംഗ്. അല്ലെങ്കിൽ ഇതിന്റെ മറ്റൊരു പേരാണ് ഫ്യൂഷൻ. ഇപ്പൊ എന്താണ് മെൽറ്റിംഗ്? സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് മാറുന്ന പ്രോസസ്സിന് നമ്മൾ പറയും മെൽറ്റിംഗ് അല്ലെങ്കിൽ ഫ്യൂഷൻ. ഇനി ലിക്വിഡിൽ നിന്ന് സോളിഡിലോട്ട് വരുമ്പോഴത്തേക്ക് ലിക്വിഡിനെ നമ്മൾ സോളിഡിലോട്ട് മാറ്റുക. അതിന് നമ്മൾ പറഞ്ഞ പേരാണ്, തിരിച്ചു പറയും, ദാറ്റ് ഈസ് കോൾഡ്, എന്ത് പേര് നമ്മൾ പറയുന്നു? അപ്പൊ നമുക്കറിയാം വാട്ടർ നമുക്ക് ഐസ് ആവുന്ന പ്രോസസ്സാണ്. അതിന് നമ്മൾ പറയും ഫ്രീസിംഗ് എന്ന് പറയും. ഫ്രീസിംഗ്. അപ്പൊ ഫ്രീസിംഗ് എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് എങ്ങോട്ട് വരുന്നു? സോളിഡ് സ്റ്റേറ്റിലോട്ട് തിരിച്ചു പോകുന്നതാണ് ഫ്രീസിംഗ്. ഐസ് വാട്ടർ ഫ്രീസ് ചെയ്താൽ നമുക്ക് സോളിഡ് ആയിട്ട് മാറും. ഇനി എന്താണ് ബോയിലിംഗ്? ബോയിലിംഗ് എന്ന് പറഞ്ഞാൽ വാട്ടർ ബോയിൽ ചെയ്ത് നമുക്കറിയാം വേപ്പർ ആവുന്നു. വാട്ടർ ബോയിൽ ചെയ്യുമ്പോൾ വേപ്പർ ആവുന്നു. അതായത് ഇവിടെ എന്താ ചെയ്യുന്നത്? വാട്ടർ എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റ്. ലിക്വിഡ് സ്റ്റേറ്റ് വേപ്പറിലോട്ട്, ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് വരികയാണ്, അല്ലെങ്കിൽ വേപ്പർ സ്റ്റേറ്റിലോട്ട് മാറുകയാണ്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ്, ദിസ് പ്രോസസ് ഇസ് കോൾഡ് ബോയിലിംഗ്. 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 അപ്പൊ ബോയിലിംഗില് ലിക്വിഡ് സ്റ്റേറ്റ് വേപ്പറിലോട്ട് മാറുന്നു. ഇനി തിരിച്ച് വേപ്പറിൽ നിന്ന് ലിക്വിഡിലോട്ട് വരിക. അതിന് നമുക്ക് എന്ത് പേര് പറയുന്നത്? വേപ്പറിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് യു ക്യാൻ കൺവേർട്ട് ദാറ്റ് ഇൻടു ലിക്വിഡ്, അല്ലെങ്കിൽ വാട്ടർ അല്ലെങ്കിൽ ലിക്വിഡിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഇതിന് നമ്മൾ പറഞ്ഞ പേരാണ്, തിരിച്ചുള്ള ഇതിന്റെ പ്രോസസ്സിന് നമ്മൾ പറയും പറയും കണ്ടൻസേഷൻ എന്ന് പറയും. കണ്ടൻസേഷൻ. അപ്പൊ ഈ ബോയിലിംഗിന്റെ മറ്റൊരു പേരാണ് വേപ്പറൈസേഷൻ. ബോയിലിംഗിന്റെ മറ്റൊരു പേരാണ് വേപ്പറൈസേഷൻ. അപ്പൊ ഇത് ശ്രദ്ധിക്കണം. മെൽറ്റിംഗിന്റെ മറ്റൊരു പേര് ഫ്യൂഷൻ, ബോയിലിംഗിന്റെ മറ്റൊരു പേര് വേപ്പറൈസേഷൻ. അപ്പൊ സോളിഡ് സ്റ്റേറ്റ് ലിക്വിഡിലോട്ട് മാറുന്നതാണ് മെൽറ്റിംഗ്, ലിക്വിഡ് സോളിഡിലോട്ട് മാറുന്ന ഫ്രീസിംഗ്, ലിക്വിഡ് വേപ്പറിലോട്ട് മാറുന്ന ബോയിലിംഗ് അല്ലെങ്കിൽ വേപ്പറൈസേഷൻ, വേപ്പർ ലിക്വിഡിലോട്ട് മാറുന്ന പ്രോസസ് ആണ് കണ്ടൻസേഷൻ. ഇത് ജസ്റ്റ് ഒരു പ്രിലിമിനറി ഐഡിയക്ക് വേണ്ടി പറഞ്ഞാണ്. നമുക്ക് ഒരു ടോപ്പിക് കൂടെ കടന്നുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ഒരു പ്രോബ്ലം നമുക്ക് തന്നിട്ടുണ്ട്. ഒരു സിമ്പിൾ പ്രോബ്ലം ആണ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ അറിയണം. ഒരു പ്രോബ്ലം ഇത്രേ തന്നിട്ടുള്ളൂ. നമുക്ക് തന്ന പ്രോബ്ലം ഇതാണ്, -12 ഡിഗ്രി സെൽഷ്യസിൽ ഐസ്. സോ ഐസ് അറ്റ് -12 ഡിഗ്രി സെൽഷ്യസ്. ഈ ഐസ് 110 ഡിഗ്രി സെൽഷ്യസിലുള്ള വേപ്പർ ആയിട്ട് മാറുകയാണ്. എങ്ങോട്ട് മാറുന്നു? വേപ്പർ ആയിട്ട് മാറുന്നു. വേപ്പർ ആയിട്ട് മാറുന്നു. എത്ര ഡിഗ്രിയിൽ? 110ലോട്ട് മാറുന്നു. 110 ഡിഗ്രി സെൽഷ്യസ്. ക്വസ്റ്റ്യൻ ഇതാണ് തന്നിരിക്കുന്നത്. ഐസ് അറ്റ് -12 ഡിഗ്രി സെൽഷ്യസ് ഈസ് കൺവേർട്ടഡ് ടു വേപ്പർ അറ്റ് 110 ഡിഗ്രി സെൽഷ്യസ്. ഇവിടുത്തെ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് കണ്ടുപിടിക്കണം. ഇവിടെ പല പ്രോസസ് ആയിട്ടാണ് മാറുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ഞാൻ പറയാം. ആദ്യത്തെ സ്റ്റേജ്, നമ്മുടെ കയ്യിൽ ഐസ് ഉണ്ട്. എത്രയിലുണ്ട്? -12 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് നേരെ ഐസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറും. ഇതാണ് ഫസ്റ്റ് പ്രോസസ്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് നമ്മൾ പറയും Q is equal to mc theta. Q ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്. ഇതിൽ തീറ്റ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. അപ്പൊ ഇവിടെ 0 -of ഉള്ളത്. അപ്പൊ എത്ര കിട്ടും? 12 എന്ന് കിട്ടും. m മാസ് ആണ്. C സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഐസ് ആണ്. എന്താണ്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഐസ്. അപ്പൊ ഫസ്റ്റ് ഇതാണ് ഐസ് -12 ഡിഗ്രി സെൽഷ്യസ് നിന്ന് 0 ഡിഗ്രിയിലോട്ട് മാറുന്ന ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്. അപ്പൊ എവിടെയാണോ ടെമ്പറേച്ചറിന്റെ ചേഞ്ച് ഉള്ള അവിടുത്തെ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഇക്വേഷൻ ആണ് Q is equal to mc theta. തീറ്റ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ഫൈനൽ മൈനസ് ഇനിഷ്യൽ. സോ 0 -of 12 ഡിഗ്രി സെൽഷ്യസ്. C എന്താണ്? സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് ഐസ്. m മാസ് ഓഫ് സബ്സ്റ്റൻസ്. ഇപ്പൊ 2 കിലോഗ്രാം ഐസ് എന്ന് വിചാരിക്കൂ, എങ്കിൽ മാസ് 2 കിലോഗ്രാം. അപ്പൊ ഇപ്പൊ നമ്മുടെ കയ്യിൽ ആരാ ഉള്ളത്? ഐസ് ആണ്. ഐസ് എത്രയിലുണ്ട്? ഐസ് 0 ഡിഗ്രി സെൽഷ്യസിൽ ഐസ് ഉണ്ട്. ഇത് നേരെ മാറുന്നത്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്, വാട്ടറിലോട്ട് മാറും. വാട്ടർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടോ? ഇല്ല. പക്ഷേ സോളിഡ് സ്റ്റേറ്റ് ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് മാറി. അപ്പൊ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ്. ഇവിടുത്തെ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് Q is equal to ml. m മാസ്, Q ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്. എന്നിട്ട് പറയും ലേറ്റന്റ് ഹീറ്റ് ഓഫ്, നമ്മൾ നോക്കിയാണ് ഫ്യൂഷൻ അല്ലെങ്കിൽ മെൽറ്റിംഗ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഐസ് വാട്ടറിലോട്ട് മാറി. അതുകൊണ്ട് L is called latent heat of, that's very important, latent heat of fusion. That's very important. എന്താണ്? മെൽറ്റിംഗ് പ്രോസസ് ആണ് ഇവിടെ നടന്നത്. അപ്പൊ ഇതിന് ടെമ്പറേച്ചറിന്റെ ചേഞ്ച് ഇല്ലാതെ നടക്കണമെങ്കിൽ അവിടെ ലേറ്റന്റ് ഹീറ്റ് വരും. ഇനി നമ്മളെ കയ്യിൽ ആരാ ഉള്ളത്? വാട്ടർ ഉണ്ട്. 0 ഡിഗ്രി സെൽഷ്യസിലെ വാട്ടർ ഉണ്ട്. ദാറ്റ് ഈസ് കൺവേർട്ടഡ് ടു വാട്ടർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ നോക്കൂ, ഇവിടെ സ്റ്റേറ്റിന് മാറ്റമല്ല, പക്ഷെ ടെമ്പറേച്ചർ മാറി. ഇവിടുത്തെ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് Q is equal to, നമ്മൾ ഈ പറഞ്ഞ പോലെയാണ്, ദാറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് Q is equal to mc theta. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, തീറ്റ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 100 ആണ്, m മാസ് ആണ്, C എന്താണ്? സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് വാട്ടർ. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ. ഇവിടെ സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് ഐസ് ആണ്. ടെമ്പറേച്ചർ ചേഞ്ച് ഉള്ളത് കൊണ്ടാണ് Q is equal to mc theta. ഇനി നിങ്ങളുടെ കയ്യിൽ ആരുണ്ട്? വാട്ടർ ഉണ്ട്. എത്രയിൽ വാട്ടർ ഉണ്ട്? 100 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടർ ഉണ്ട്. അപ്പൊ അത് നേരെ മാറേണ്ടത് വേപ്പർ അല്ലെങ്കിൽ സ്റ്റീമിലോട്ട് മാറണം. വേപ്പർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ നോക്കൂ,
ടെമ്പറേച്ചറിന് ചേഞ്ച് ഇല്ല, പക്ഷേ സ്റ്റേറ്റ് മാറി. ലിക്വിഡ് സ്റ്റേറ്റ് വേപ്പറിലോട്ട് മാറി, ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറി. ഇവിടെ Q is equal to ml. ഇവിടെ L എന്ന് പറയുന്നത് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ, ഇവിടെ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, ഇവിടെ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ബിക്കോസ് ദിസ് പ്രോസസ് ഈസ് കോൾഡ് ബോയിലിംഗ്. വാട്ടർ ബോയിൽ ചെയ്യുമ്പോൾ വേപ്പർ ആവും. ഇനി ഇപ്പൊ ആരും നമ്മളെ കയ്യിലുള്ള വേപ്പർ ഉണ്ട്. വേപ്പർ എത്രയിലാ ഉള്ളത്? 100 ഡിഗ്രി സെൽഷ്യസ്. ആ വേപ്പർ നേരെ മാറുന്നതാണ് വേപ്പർ അറ്റ് എങ്ങോട്ട് മാറുന്നതാ നോക്കൂ, 110 ഡിഗ്രി സെൽഷ്യസ്. ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നതാണ്. അപ്പൊ ഇവിടെ Q is equal to mc തീറ്റ, കാരണം ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഉണ്ട്. പക്ഷെ ഇവിടെ m മാസ് ആണ്, Q ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്, C എന്താണ്? സ്പെസിഫിക് ഹീറ്റിംഗ് കപ്പാസിറ്റി ഓഫ് വേപ്പർ. ഇങ്ങനെ ഒരു പ്രോബ്ലം ചോദിക്കുമ്പോഴത്തേക്ക് ഈ മൂന്ന് സ്പെസിഫിക് കപ്പാസിറ്റി, അതായത് ഐസ്, വാട്ടർ, വേപ്പർ തന്നേക്കും, ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ തന്നേക്കും, ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ തന്നേക്കും, ബാക്കി എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ മൊത്തം ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് കണ്ടുപിടിക്കുക. ആ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് നമുക്ക് ആഡ് ചെയ്ത് വെക്കുമ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് കിട്ടും. ഹീറ്റിന്റെ യൂണിറ്റ് നമുക്കറിയാം ജൂൾ ആണ്. ആ ജൂളിന് കലോറിയും ജൂളും ഉണ്ട്. അപ്പൊ നമ്മൾ നോർമലി എടുക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഹീറ്റിന്റെ യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. അപ്പൊ നമുക്ക് ജൂളിൽ അതിന്റെ വാല്യൂസ് കിട്ടും. ഓക്കെ, അപ്പൊ ടോട്ടൽ എല്ലാം കൂടെ എടുത്ത് കൂട്ടിയാൽ ഇപ്പൊ ഇവിടെ കിട്ടുന്ന എല്ലാം കൂടെ എടുത്ത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് കിട്ടും. അപ്പൊ ഇതാണ് നമ്മൾ ഒരു സബ്സ്റ്റൻസിന്റെ എപ്പോഴും ഉള്ള ഡൗട്ട് ആണ്. എന്താണ് സ്പെസിഫിക് കപ്പാസിറ്റി, എന്താണ് ലേറ്റന്റ് ഹീറ്റ്? അത് നമ്മൾ വ്യത്യാസമാണ്. ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടെങ്കിൽ സ്പെസിഫിക് കപ്പാസിറ്റി വരും, ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ലെങ്കിൽ അവിടെ ലേറ്റന്റ് ഹീറ്റ് ആണ്. അത് മാത്രമല്ല ചേഞ്ച് ഓഫ് സ്റ്റേറ്റിലാണ് ലേറ്റന്റ് ഹീറ്റ് വരുന്നത്. മറ്റേത് there is no change in state, but there is change in temperature change is there. Hope that ഈ പറഞ്ഞ പ്രിലിമിനറി കാര്യങ്ങൾ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. അത് എല്ലാവരും മനസ്സിലാക്കി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.